ഞാൻ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഒരു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം. അത് പറഞ്ഞപ്പോൾ ചിലർ പ്രകോപിതരാകുകയാണ്. ഒരാളും പ്രകോപിതമായിട്ടൊരു കാര്യമില്ല. ഇത് ഇപ്പോഴത്തെ മുദ്രാവാക്യമല്ല, കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യമല്ല. ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫ്രഞ്ച് വിപ്ലവം മുതൽ ഉന്നയിച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെന്താണ് വിളിക്കേണ്ടതെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല, ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല, സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം, തുല്യാവകാശം വേണം, അതുപോലെ തന്നെ സമത്വം വേണം, ജനാധിപത്യ അവബോധം വേണം. നമസ്കാരം. കാന്തപുരത്തിന്റെ പേര് പറയാതെയുള്ള വിമർശനം ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പൊതുവിടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം, അത് സമ്മതിച്ചു കൊടുക്കാത്തവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് താൻ പറയുന്നില്ല. ഇത് പറയുമ്പോൾ ചിലർ പ്രകോപിതരാകുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂരിലെ ഏരിയ സെക്രട്ടറിമാരിൽ ഒരു സ്ത്രീ പോലും ഇല്ലാത്തതെന്തേ എന്ന് CPMനോട് കാന്തപുരം ചോദിക്കുകയും ഇസ്ലാമിലെ നിയമങ്ങൾ പണ്ഡിതർ പറയുമെന്ന് മറുപടി നൽകിയതിനു ശേഷവും വിമർശനം ആവർത്തിക്കുകയാണ് MV ഗോവിന്ദൻ. തിരുത്തേണ്ടവ തിരുത്തേണ്ടതാണെന്ന് പറയാൻ മറ്റാരും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? കാന്തപുരത്തെ തിരുത്താൻ CPM മാത്രമോ? ഈ വിഷയത്തിൽ എനിക്കൊപ്പം നാസർ ഫൈസി കൂടത്തായി, SYS, ശ്രീമതി BP സുഹറ സാമൂഹ്യ നിരീക്ഷക, ശ്രീ PT മുഹമ്മദ് സാദിഖ് എഴുത്തുകാരൻ, KPO റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ, M സുൽഫത്ത് വനിതാവകാശ പ്രവർത്തക എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി M സുൽഫത്താണ് നമുക്കൊപ്പം ടെലഫോൺ ചർച്ചയിൽ ആദ്യം പങ്കെടുക്കുന്നത്. ശ്രീമതി സുൽഫത്ത്, നോക്കൂ, നമ്മൾ ഒരിക്കൽ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അതിനുശേഷവും ഇതിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരം. മാത്രവുമല്ല, മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹം പറയുന്ന നിലപാടിൽ സംഘടനാപരമായോ അല്ലെങ്കിൽ മതപരമായോ ഒക്കെ വിയോജിപ്പുള്ളവർ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എല്ലായിടത്തു നിന്നും പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നു. എതിർ സ്വരമുയർന്നത് MV ഗോവിന്ദനിൽ നിന്ന് മാത്രമാണ്. ഈ യോജിപ്പ് എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അത് മതത്തിനു വേണ്ടിയുള്ള യോജിപ്പാണോ അതോ സ്ത്രീ വിരുദ്ധതയ്ക്ക് നൽകുന്ന പിന്തുണയാണോ? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ പൊതുവേദികളിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സ്ത്രീകളുടെ തുല്യത, സ്ത്രീ പുരുഷ സമത്വം എന്നതൊക്കെ. പക്ഷെ ആത്യന്തികമായി അല്ലെങ്കിൽ അവരുടെ സംഘടനയ്ക്കകത്ത് ഈ രീതിയിൽ ജനാധിപത്യപരമായ അവസരങ്ങൾ, അവകാശങ്ങൾ, സമത്വം, തുല്യത ഒക്കെ അനുവദിച്ചു കൊടുക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതില് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെന്നോ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പേറുന്ന ഒരു ആൺകോയ്മ ബോധമുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ആൺകോയ്മ ബോധം ഉള്ളത് കൊണ്ട് തന്നെ പുറമെ ഇത് പറയുമെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അതിനെ പറിച്ച് കളയാൻ ഇനിയും തയ്യാറായിട്ടില്ല എന്നതാണ്. അതുപോലെ മറ്റൊന്ന്, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലെ വോട്ട്, അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതേസമയം CPM പോലെയുള്ള ഒരു പ്രസ്ഥാനം യഥാർത്ഥത്തിൽ പലപ്പോഴും പ്രതീക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലയിലൊരു CPMനോടുണ്ട്. പക്ഷെ പലപ്പോഴും ആ ഒരു പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് സംഭവിക്കുമെങ്കിലും ഇപ്പോ ഈ ഒരു വിഷയത്തിൽ അത്തരം ഒരു അഭിപ്രായം പറയാൻ തയ്യാറായി എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. അത് പറയുമ്പോൾ പോലും ഈ മുസ്ലിം സ്ത്രീകളെ പൊതു ഇടത്തിൽ വരുന്നതിനെ റദ്ദ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ പൊതു ഇടം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ലോകത്താകമാനം വലതുപക്ഷ അല്ലെങ്കിൽ യാഥാസ്ഥിതിക മത നേതൃത്വം അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് സ്ത്രീകൾ കൂടുതൽ സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നു, കൂടുതൽ പൊതു ഇടങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ ഭയക്കുന്ന, അതിലെ ഏറ്റവും ഭയം എനിക്ക് തോന്നുന്നു ഇസ്ലാമിനാണ്. സ്ത്രീകളെ ഏറ്റവും ഭയം, സ്ത്രീകൾ തങ്ങളുടെ കയ്യിൽ നിന്ന്, തങ്ങളുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു പോകുമോ എന്ന് ഇസ്ലാം
മതപണ്ഡിതന്മാർ ഭയക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ ഈ ആധുനിക കാലത്തും പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികാരി കൂടിയാണ്, അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നു. അതേസമയം അതൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കാലത്ത് ഇസ്ലാമിലെ സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യരുതെന്ന് പറഞ്ഞിരുന്ന ഒരു ഫത്വ ഇറക്കിയിരുന്ന ഒരു സമൂഹമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് മുസ്ലിം സ്ത്രീകൾ വലിയ തോതിൽ വിദ്യാഭ്യാസം ചെയ്യുന്നു, പലതരത്തിൽ തൊഴിലിടങ്ങളിലേക്ക് വരുന്നു, വളരെ സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് സ്ത്രീകളെ കേന്ദ്രീകരിച്ച് പലതരം വിലക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ നബിയുടെയും ഖുർആന്റെയും പേര് പറഞ്ഞുകൊണ്ട്, യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ പിന്തുടരുന്നത് അതിന്റെ വ്യാഖ്യാനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാം അതും പറയുന്ന ഖുർആന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല സ്ത്രീവിരുദ്ധ സമീപനങ്ങളും, അവരെ വിദ്യാഭ്യാസം ചെയ്യരുത്, അതുപോലെയുള്ള ഇറാനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വസ്ത്രധാരണത്തിന്റെ പേരിലായാലും ഒക്കെ നടപ്പിലാക്കിയിരിക്കുന്നത് ഖുർആന്റെയും ഇസ്ലാമിന്റെയും പേരിലാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ ആ രീതിയിലേക്ക് പറയാൻ കഴിയുന്നില്ല. പറഞ്ഞാൽ വിലപ്പോവില്ല, കാരണം അധികാരം കയ്യിലില്ലാത്തതുകൊണ്ട് വിലപ്പോവില്ല എന്നതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതിനെയൊക്കെ അവരും പറയുന്നത് സ്ത്രീവിരുദ്ധതയ്ക്ക് ഖുർആനെ മാനദണ്ഡമാക്കുന്നു, ഇവിടെയും പറയുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാം ഒരുപോലെ ആവണമായിരുന്നു. അങ്ങനെ അല്ല, ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അതിനെ ആധുനിക കാലത്തിനനുസരിച്ച് മാറാത്തതായിട്ടൊന്നുമില്ല, മാറേണ്ടതാണ്. ഇനി രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഗോവിന്ദ മാഷ് പറഞ്ഞ അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ പോലും ഇപ്പോഴും രാഷ്ട്രീയമായി ഈ മുസ്ലിം സ്ത്രീയായി പോയതുകൊണ്ട് മാത്രം വിവേചനം നേരിടുന്ന ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലടക്കമുണ്ട്. ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ടിലെ ഇവിടൊക്കെ ഇനിയെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി കൂടി തയ്യാറാകണം എന്നാണ് ഇതിന്റെ ഒരു ആദ്യഘട്ടത്തിൽ ഞാൻ പറയുന്നത്. ശരി ശരി ശ്രീ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നാസർ ഫൈസി കൂടത്തായി, നോക്കൂ, നിങ്ങൾ അതിൽ എതിരഭിപ്രായം പറയുകയും CPM-നെ വിമർശിച്ചുകൊണ്ട് അതിലെ സ്ത്രീ സാന്നിധ്യം എത്ര എന്ന് ചോദിച്ചുകൊണ്ട് മറുപടി പറയുകയും ചെയ്തതിന് ശേഷവും തൻ്റെ വിമർശനം ആവർത്തിക്കുകയാണ് MP ഗോവിന്ദൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. തിരുത്തിയേ മതിയാകൂ എന്ന ബോധ്യത്തിൽ നിന്നല്ലേ ആ വിമർശനം ആവർത്തിക്കുന്നത്? അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്കാകേണ്ടേ? ശ്രീ നാസർ ഫൈസി കൂടത്തായി, കേൾക്കാമോ? അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ PT മുഹമ്മദ് സാദിഖ്, എന്നെ കേൾക്കാമോ? മുഹമ്മദ് സാദിഖ്, എന്നെ കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് മറുപടി പറയൂ. കേൾക്കാം. ഇവിടെ ഇപ്പോൾ MP ഗോവിന്ദൻ വിമർശനം ആവർത്തിച്ചിരിക്കുകയാണ്. നോക്കൂ, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല, പിന്തിരിപ്പനാണ്. അത് പല വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളുമായിരുന്നു. പക്ഷേ പല കോണിൽ നിന്നും അദ്ദേഹത്തെ പിന്തുണച്ച് ആ സമുദായത്തിൽ നിന്ന് തന്നെ പണ്ഡിതർ എന്ന് കരുതുന്ന പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന പലരും പോലും അതിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇത് ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുന്നതും കാണുകയാണ്. രാഷ്ട്രീയ വിഷയം എന്ന് പറയുമ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അത് പല തരത്തിലും പല നിലപാടുകളും മാറ്റുന്നതിനും മറിക്കുന്നതിനും ഒക്കെ ഇടയാക്കുന്നതുമാണ്. അവിടെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ആവർത്തിക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യഥാർത്ഥത്തിൽ കുറെ കൂടി സത്യസന്ധനായ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അദ്ദേഹം പറയുന്നതാണ് ഇസ്ലാമിലെ യഥാർത്ഥ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത്. അതിനെതിരെ ഒരു ശബ്ദം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അതിനെതിരെ ഒരു ശബ്ദം ഉണ്ടാവുക എന്നത്
വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നടപടിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ ആ കാര്യത്തിൽ ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. കാരണം അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം തന്റെ നിലപാട്, തന്റെ പ്രസ്താവന ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അബൂബക്കർ മുസ്ലിയാർ ഇത്തരം സ്ത്രീവിരുദ്ധ നിലപാടുകൾ പറയുന്നത് ഇതാദ്യമല്ല. ഇതിനു മുമ്പ് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഏറ്റവും വിവാദമായിരുന്ന ഒരു പ്രസ്താവന നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ആർത്തവ കാലത്ത് പുരുഷന് കാമം ശമിപ്പിക്കണമെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിക്കണം. ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ആണും പെണ്ണും കൂടിച്ചേർന്ന് വ്യായാമം ചെയ്യാൻ പാടില്ല, സ്ത്രീ പുരുഷന്മാർ കൂടിച്ചേരുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇതിനെ രേണുക എന്നോട് ചോദിച്ചിരിക്കുന്നത്, ഇതിനെ മറ്റ് മുസ്ലിം സംഘടനകൾ പിന്തുണക്കുന്നുണ്ടല്ലോ എന്നാണ്. തീർച്ചയായും മറ്റു മുസ്ലിം സംഘടനകൾക്ക് അത് പിന്തുണക്കാനേ കഴിയുകയുള്ളൂ. കാരണം അതാണ് ഇസ്ലാമിന്റെ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത്. നമ്മൾ താലിബാനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ മത സംഘടനകൾ മുഴുവൻ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, താലിബാൻ ഞങ്ങളുടെ ഇസ്ലാം അല്ല, അല്ലെ അൽ ഖായിദയുടേത് ഞങ്ങളുടെ ഇസ്ലാം അല്ല എന്ന് ന്യായീകരിക്കുന്നത് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ താലിബാൻ അഫ്ഗാനിൽ എന്താണോ സ്ത്രീകളുടെ കാര്യത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും തൊഴിലിന്റെ കാര്യത്തിലായാലും പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന കാര്യത്തിലായാലും താലിബാൻ എന്താണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അതേ വാദമാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉന്നയിക്കുന്നത്. അതേ നിലപാടാണ് ഇസ്ലാമിന് മൊത്തത്തിലുള്ളത്. ഇസ്ലാം എന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനുള്ളിലുള്ള സ്ത്രീ സങ്കല്പം സ്ത്രീ വിരുദ്ധമാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒന്നും രണ്ടുമല്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, സ്ത്രീകൾ ഏത് ഇടപാടിലും ഒരു സ്ത്രീകളാണ് സാക്ഷി പറയുന്നതെങ്കിൽ 2 സ്ത്രീകളാണ് ഒരു പുരുഷന് സമമായിട്ട് കണക്കാക്കുന്നത്. ഒരു പുരുഷൻ സാക്ഷി പറയുന്നിടത്ത് 2 സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ സാക്ഷ്യത്തിന് വിലയുള്ളൂ. പിന്നെ അനന്തരാവകാശത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അനന്തരാവകാശത്തിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീക്ക് പുരുഷന്റെ പകുതിയെ കിട്ടുകയുള്ളൂ. ഇനി പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അതിൽ നല്ലൊരു ഭാഗം പിതാവിന്റെ മറ്റു ബന്ധുക്കൾക്ക് പോകും. ഇങ്ങനെ സ്ത്രീവിരുദ്ധമായ ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിനകത്തുണ്ട്. ഇനി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ഞാൻ പറയുമ്പോൾ അതിന് തെളിവാണ് ഇപ്പോൾ ഹുസൈൻ മടവൂർ, മുജാഹിദ് നേതാവാണ്. കാന്തപുരം വിഭാഗവുമായി നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഘടകവിരുദ്ധമാണ്, ബദ്ധവൈരികളാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഹുസൈൻ മടവൂർ അടക്കം പുതിയ പ്രസ്താവനയുമായി വന്നിരിക്കുന്നു. സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ സ്ത്രീകൾ പുരുഷന്മാരുമായി കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ വ്യഭിചാരം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഹുസൈൻ മടവൂർ പറയുന്നു. ഇനി ഇതിനേക്കാളൊക്കെ രസകരമായ മറ്റൊരു സംഭവമുണ്ട്. അത് നമ്മൾ വളരെ പുരോഗമന പ്രസ്ഥാനമായി അഭിനയിക്കുകയും പുരോഗമന പ്രസ്ഥാനമായി അഭിനയിക്കുകയും രംഗത്ത് നിൽക്കുകയും ചെയ്യുന്ന കോള് വരുന്നതാണ്, ക്ഷമിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ അബുൽ അല മൗദൂദി എഴുതിയ പർദ എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം അടിമുടി സ്ത്രീവിരുദ്ധമാണ്. അതിലെ വാചകങ്ങൾ തന്നെയാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആണെങ്കിലും ഹുസൈൻ മടവൂർ ആണെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ രസകരമായ മറ്റൊരു വസ്തുത, ജമാഅത്തെ ഇസ്ലാമിയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബദ്ധവൈരികളാണ്, ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ മൗദൂദിയുടെ പർദ എന്ന പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് കാന്തപുരം വിഭാഗത്തെ അനുകൂലിക്കുന്ന ഒരു സുന്നി പ്രസിദ്ധീകരണശാലയാണ്. കാരണം അതിൽ അവർ പറയുന്നുണ്ട്, സ്ത്രീകൾ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ വീട്ടിനകത്തിരിക്കണം, സ്ത്രീകൾ കുഞ്ഞുങ്ങളെ നോക്കണം, പ്രസവവും കുട്ടികളെ നോക്കലുമാണ് സ്ത്രീകളുടെ ചുമതല എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഇത് ഏത് ഇസ്ലാമിക സംഘടനയ്ക്കും ഇതിനെ പിന്തുണക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കുറെ കൂടി സത്യസന്ധനും ഓപ്പണായിട്ട് ഇസ്ലാമിനെ തുറന്നു കാട്ടുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് മറ്റ് മുസ്ലിം സംഘടനകൾ, മറ്റ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ പിന്തുണക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ശരി, ഞാൻ തിരിച്ചെത്താം. ദയവായി തുടരുക. ശ്രീ നാസർ ഫൈസി കൂടത്തായി, എന്നെ കേൾക്കാമോ? കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ശ്രീ നാസർ ഫൈസി കൂടത്തായി, ഈ സമൂഹത്തിന് ഈ 21-ാം നൂറ്റാണ്ടിൽ പിന്തുടരാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ ഭാഗത്തു നിന്നും മതത്തിന് വേണ്ടി പറയുന്നു എന്ന തരത്തിൽ സമൂഹം കേട്ടത്. അത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളായിരുന്നു, പിന്തിരിപ്പൻ സമീപനമായിരുന്നു. അതിനെതിരെ
പിന്തിരിപ്പനാണ് അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം പി ഗോവിന്ദന്റെ ആദ്യ വിമർശനം ഉണ്ടാകുന്നത്. നോക്കൂ, ഈ സമൂഹത്തിന് ചേരാത്ത അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് ചേരാത്ത തെറ്റായ ഒരു പ്രവണത കാണുമ്പോൾ അത് തെറ്റ് എന്ന് പറയാൻ ഈ ജനാധിപത്യ സമൂഹത്തിലുള്ള ആർക്കും അധികാരമുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ. അതല്ലേ നമ്മൾ കാണുന്നത്? അതിനെ ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകയല്ലേ വേണ്ടത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ സ്ത്രീ വിഭാഗത്തോടും പുരുഷ വിഭാഗത്തോടാണ്. അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ പിന്തുടരുന്ന സമൂഹത്തിൽ ഒരാൾ തയ്യാറാകുന്ന കാലത്തോളം അദ്ദേഹത്തിന് അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അദ്ദേഹം പറയുന്ന ന്യായമായ വശങ്ങൾ മുസ്ലിം സംഘടനകളിലും പണ്ഡിതന്മാരിലും ആർക്കെല്ലാം അതിനെ അംഗീകരിക്കാൻ സാധിക്കുമോ അവർക്കും അത് പറയാം. അവർ അംഗീകരിക്കുന്ന ജനവിഭാഗത്തിന് അത് ഉൾക്കൊള്ളുകയും ചെയ്യാം. അവർ അംഗീകരിക്കാത്ത ജനവിഭാഗത്തിന് അത് തിരസ്കരിക്കുകയും ചെയ്യാം. ഫെമിനിസം തലക്ക് പിടിക്കുന്ന ആളുകളും നവനാസ്തികവാദികളും എത്തിക്സ്റ്റുകളുമെല്ലാം കാലങ്ങളോളമായി യുക്തിവാദത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധതയും സംഘപരിവാർ താലോലിക്കലും നാളുനീളെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എക്സ് മുസ്ലിം എന്ന പേര് സ്വീകരിക്കുമ്പോൾ പഴയ മുസ്ലിമിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമിക വിമർശനം നടത്തുന്നത് ചില സംഘപരിവാർ സംഘടനകളുടെ ആനുകൂല്യം ലഭിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത്തരം അജഗള സ്ഥാനം പോലെ മുസ്ലിം സമുദായത്തിന്റെ പേരിന്റെ അകത്ത് തൂങ്ങി നിൽക്കുന്ന ഇത്തരം ദുശക്തികൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണത അത് അവർ ഇസ്ലാമിക വിമർശിക്കുമ്പോൾ മാത്രമാണ് ജനങ്ങളിടയിൽ അവർക്ക് അംഗീകാരം, അവരെ പിന്തുണക്കുന്ന സംഘപരിവാർ സംഘടനകളിൽ അംഗീകാരം ലഭിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് കാന്തപുര അബൂബക്കർ മുസ്ലിയാരായാലും സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നാലും ഡോക്ടർ ഹുസൈൻ മടവൂരായിരുന്നാലും മുസ്ലിം സംഘടനാ പണ്ഡിതന്മാർ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു മതവിധി പറഞ്ഞാൽ ആ മതവിധി അംഗീകരിക്കാൻ ആരൊക്കെയുണ്ടോ അവർക്ക് മാത്രമാണ് അത് ബാധകമാവുക. അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശത്തെ പിന്തിരിപ്പൻ സമീപനം എന്ന് പറയുകയും അത്തരം അഭിപ്രായങ്ങളെ സോഷ്യൽ മീഡിയയിലും മറ്റു ചാനലുകളിലും അടച്ചാക്ഷേപിക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യ മര്യാദക്ക് ചേർന്നതല്ല. വിമർശനം സ്വീകരിക്കാൻ തയ്യാറാണ്. കാന്തപുരവും കാന്തപുരത്തിന്റെ ആളുകളും കേരളത്തിലെ മുസ്ലിം സംഘടനകളും ഏത് സംഘടനകളും, ഞാൻ കാന്തപുരത്തിന്റെ എല്ലാ നിലപാടിനെയും അംഗീകരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കുന്നത് അതൊരു മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഒരു വികാരമാണ്, പൊതുവായ നിലപാടാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം. ഇവിടെ ചാനലിൽ പങ്കെടുക്കുന്ന ആളുകളും അവരെ പിന്തുണക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാം. അപ്പൊ ആങ്കർ, ന്യൂസ് 18ന്റെ ആങ്കർ, നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ ന്യൂസ് 18 വന്നല്ല പ്രകടിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സംഘടനാ വേദികൾ, ന്യൂസ് 18 വന്ന ഒരു ചാനലാണ്, അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു മീഡിയക്ക് ഒരു അജണ്ട ഉണ്ടാവാൻ പാടില്ല. ഇത് മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടി, മുസ്ലിം പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി, മുസ്ലിം കൂടത്തായി ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഇതെങ്ങനെയാണ് ഒരു അജണ്ട വെച്ചുള്ള പ്രവർത്തനമാകുന്നത്? ഇതെങ്ങനെയാണ് ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയാകുന്നത്? അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അത് സ്ത്രീ വിരുദ്ധമാണ്, അത് തെറ്റാണ്, ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല എന്ന് പറയാൻ ഒരു ചാനലിനായാലും ഒരു വ്യക്തിക്കായാലും ഒരു സംഘടനയ്ക്കായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും അവകാശമില്ലേ? ഒരു ചാനൽ ചർച്ചയിൽ ആങ്കർ നിർവഹിക്കേണ്ട ദൗത്യം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മാധ്യമധർമ്മം. ഒരു സ്ത്രീ വിരുദ്ധമായ സമീപനം എന്താണ് പറഞ്ഞത്? പൊതു ഇടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഭരണഘടന സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം നൽകുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം വരുമ്പോൾ അതിനെ നിഷ്പക്ഷമായേ കാണാവൂ എന്നുണ്ടോ? ഒരു ചാനലിനായാലും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കായാലും അങ്ങനെ കാണാവൂ എന്നുണ്ടോ? നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയുടെ പക്ഷത്തായിരിക്കണം എന്നതാണ് എൻ്റെ നിലപാട് എല്ലാ കാര്യത്തിലും. ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൽ ശരിയാണെന്ന് പറയാം. പക്ഷെ അത് മാത്രമാണ് ശരി എന്ന് നിങ്ങൾ ധരിച്ചു വെക്കുന്നതാണ് തെറ്റ്. ഇവിടെ കാന്തപുരം പറഞ്ഞിട്ടുള്ള സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഒരു ചാനലിന്റെ ആങ്കറിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ അത് വിധി പറയുകയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് സുൽഫത്തിന് പറയാം, BM സുഹറക്ക് പറയാം,
അതുപോലെ തന്നെ മുഹമ്മദ് സ്വാദിഖിന് പറയാം, എനിക്ക് KP റഹ്മത്തുള്ളക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ആങ്കർ എന്ന നിലയിൽ വിധി പറയേണ്ടത് നിങ്ങളല്ല. കാന്തപുരം എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ സ്ത്രീ ശ്രീ വിരുദ്ധതയാണ്. നാസർ ഫൈസി കൂടത്തായി. പറയാൻ നിങ്ങൾ എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ. എന്റെ അഭിപ്രായം പറയുന്നതിന് എന്നെ ആരും തടസ്സം നിന്നിട്ടില്ലല്ലോ. നമുക്ക് ഏതൊക്കെ വിഷയങ്ങളിലാണ് നിഷ്പക്ഷമായി ഏതെങ്കിലും രാഷ്ട്രീയപരമായ ഒരു വിഷയമല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പക്ഷം ചേർന്ന് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളുമുണ്ട്, നിഷ്പക്ഷമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളുമുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം അത് ആരിൽ നിന്നുണ്ടായാലും ആ പക്ഷം ചേർന്നുകൊണ്ട് എനിക്ക് ഒരു ചർച്ച നയിക്കുക സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ പക്ഷമുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറയുന്നത് ന്യൂസ് 8 എന്ന് പറയുന്ന ചാനലിൽ ആങ്കർ സീറ്റിൽ ഇരുന്നു കൊണ്ട് വിധി പറയേണ്ടത് നിങ്ങളല്ല. വിധിയൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതാണ്, അത്തരം ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ ഇത് സ്വാഭാവികമല്ലേ? ഈ തിരുത്തലുകൾ, ഈ വിമർശനങ്ങൾ സ്വാഭാവികമല്ലേ? അത് ഉൾക്കൊള്ളേണ്ടതല്ലേ എന്നേ ചോദിച്ചോളൂ. ഞാൻ വിധിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ പറയേണ്ടത് കാന്തപുരം പറഞ്ഞത് പിന്തിരിപ്പനാണ്, സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയേണ്ടത് നിങ്ങളല്ലാതെ സുൽഫത്തിന് പറയാം, അത് BM സുഹറക്ക് പറയാം. നിങ്ങൾ പറയേണ്ടത് അതല്ല. നിങ്ങൾ പറയേണ്ടത് ചർച്ചയിൽ ഞങ്ങൾ 4 പേരെയും കോർഡിനേറ്റ് ചെയ്യുക, ഞങ്ങൾക്ക് അതിന് അവസരം തരിക, ചർച്ചയിൽ പറയേണ്ടവരാണ് നിങ്ങൾ. ഇതിന് മുൻവിധിയോടുകൂടി ഞാനത് ഒരിക്കൽ വിശദീകരിച്ചു കഴിഞ്ഞു ശ്രീ നാസർ ഫൈസി കൂടത്തായി. ഈ ചർച്ചയിൽ അത് സ്ത്രീ വിരുദ്ധ പരാമർശമാണെന്നും ഈ പുരോഗമന സമൂഹത്തിന് ചേരുന്നതല്ല എന്നും ഉള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച നടത്തുന്നത്. ഇതിലൊരു നിഷ്പക്ഷ നിലപാട് എനിക്കില്ല, ഞങ്ങളുടെ ചാനലിനുമുണ്ട് എന്ന് കരുതേണ്ട. ഇതിൽ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച. അത് തിരുത്തപ്പെടേണ്ടുന്ന പ്രസ്താവനയാണ് അല്ലെങ്കിൽ നിലപാടാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. അത് തിരുത്തുകയോ തിരുത്താതിരിക്കുകയോ അതിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾക്ക് അതുപോലെ നയിക്കുകയോ ചെയ്യാം. പക്ഷെ അതിൽ വിമർശനം ഉണ്ടാകും, തെറ്റാണ് അത് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാണിക്കും. MP ഗോവിന്ദൻ ആ അർത്ഥത്തിൽ തന്നെയല്ലേ ഇന്ന് സംസാരിച്ചത്? നിങ്ങൾ MP ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ചാനൽ ഉപയോഗപ്പെടുത്തുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ന്യൂസ് 8 അജണ്ട ഉണ്ടാവാം, നിങ്ങൾക്കും അജണ്ട ഉണ്ടാവാം, എനിക്കത് യാതൊരു വിരോധവും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമാണ്. കാന്തപുരം പറഞ്ഞിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മൊത്തം സ്ത്രീകളുടെ അവകാശവാദം ഉന്നയിക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ വരാൻ പോകുന്ന സുഹറയെയും സുൽഫത്തിനെയും ഏൽപ്പിച്ചിട്ടില്ല. സ്ത്രീ സമൂഹം ഉൾക്കൊള്ളാൻ, കാന്തപുരത്തെ ഉൾക്കൊള്ളാൻ കേരള രാജ്യത്ത് മലയാള ഭാഷ തിരിയുന്ന ഒരു സഹോദരി തയ്യാറാവുന്ന കാലത്തോളം അത് പറയാനുള്ള അവകാശം കാന്തപുരത്തിനുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട്. അവർ അത് പറയുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അത് തള്ളുന്നവർക്ക് തള്ളാം. അവരെ സ്വീകരിക്കാതിരിക്കുക എന്നതോ അവർ പറയാൻ പാടില്ല എന്ന് പറയുന്നതോ അത് പിന്തിരിപ്പൻ സമീപനമാണെന്ന് പറയുന്നതോ സ്ത്രീ വിരുദ്ധതയാണോ എന്ന് പറയുന്നതും ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല. അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നത് നിങ്ങളോ 1 or 2 സ്ത്രീകൾ പറഞ്ഞതോട് കാര്യമില്ല. ഒരു സ്ത്രീ എങ്കിലും കാന്തപുരത്ത് അംഗീകരിക്കാൻ തയ്യാറാവുന്ന കാലത്തോളം കാന്തപുരത്തിന് അദ്ദേഹത്തിന്റെ മതധർമ്മം പറഞ്ഞുകൊണ്ടേയിരിക്കാം. ആ ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുമ്പോൾ ആ കോണിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഇതെങ്ങനെയാണ് ഒരു മതപരമായ കാര്യമാകുന്നത്? ഒരു തുറസായ സ്ഥലത്ത് സ്ത്രീയും പുരുഷനും വ്യായാമത്തിൽ ഏർപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ മതവിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ തന്നെ സ്ഥാപനങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, മറ്റ് പലയിടങ്ങളിലും ഭക്തി, ഇപ്പോൾ ഉംറ, മറ്റ് നമസ്കാരം, അതിനൊക്കെ പോകുന്ന ഇടങ്ങളിലും സ്ത്രീ പുരുഷർ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ സ്ത്രീകളും പുരുഷനും ഇടപെടുന്ന ഏറെ അവസരങ്ങൾ അല്ലാതെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വ്യായാമ ഇടത്ത് സ്ത്രീയും പുരുഷനും വന്നാൽ മതത്തിന് ചേർന്നതല്ല എന്ന ഒരു നിലപാട് അതൊരു യുക്തിക്ക് പോലും നിരക്കുന്നതല്ലല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഉംറക്ക് പോകുന്നവരും ബസ്സിൽ കയറുന്നവരും ഹജ്ജിന് പോകുന്നവരും ട്രെയിൻ യാത്ര ചെയ്യുന്നവരും എങ്ങനെയൊക്കെ അവരുടെ ജീവിത ധാർമ്മികത പുലർത്തണം എന്ന് അവരോട് മതം പറയുന്നുണ്ട്. അത് പറയുന്നത് അംഗീകരിക്കാൻ ആ സ്ത്രീ സമൂഹത്തിന് ധാരാളം. ഈ ചാനലിൽ നിങ്ങൾ ഒരു സഹോദരി, ഒരു മുസ്ലിം വനിതാ സംഘടനയുടെ പ്രതിനിധിയെ കൊണ്ടുവന്നിരുത്തിയാൽ ധാർമ്മികത ഉൾക്കൊള്ളുകയും പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ചെയ്യുന്ന ധാരാളം സഹോദരിമാരുണ്ട്. ഞങ്ങളുടെ അറബി കോളേജിൽ കൊണ്ട് പഠിച്ചിറങ്ങുന്ന ധാരാളം സഹോദരിമാരുണ്ട്. അവരാരും ഇതിനെതിരെ പറയുന്നില്ല. അവർക്കൊക്കെ അത് സൂക്ഷിക്കാനും സാധിക്കുന്നുണ്ട്. ഉംറക്ക് പോകുന്ന സഹോദരിക്ക് എങ്ങനെ അവരുടെ സൂക്ഷ്മത പുലർത്തണമെന്ന് അവരോട് പറയുന്നുണ്ട്. എന്നാൽ കായിക പരിശീലനത്തിനോ വ്യായാമ മുറകൾക്കോ പോകുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കണമെന്നും അവരോട് നിർദ്ദേശങ്ങളുണ്ട്. അത് സ്വീകരിക്കാൻ വനിതകൾക്ക് തയ്യാറാകുന്ന ഏതെങ്കിലും വനിതകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അവരോട് പറയാനുള്ള ബാധ്യത മാത്രമേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലുള്ള പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളൂ. മൊത്തം എല്ലാ സ്ത്രീകളും ഉംറക്ക് പോകുന്നതും ബസ്സിൽ കയറുന്നതും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും കായികമേള പങ്കെടുക്കുന്നതും ഒക്കെ ഇങ്ങനെ
എങ്ങനെ വേണമെന്ന് എല്ലാ സഹോദരിമാരോടും ഈ മുസ്ലിം പണ്ഡിതന്മാർക്ക് നിർദ്ദേശമില്ല. അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്ക് സ്ത്രീകൾക്ക് ഉംറക്ക് പോകുമ്പോൾ ഇവിടെ ഉംറക്ക് പോവാതിരിക്കുന്ന ആളുകളും ഉംറ തന്നെ വേണ്ട എന്ന് പറയുന്നവരും ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഉംറ വേണമെന്നും എങ്ങനെ ഉംറക്ക് പോകണമെന്നും പറയുന്നവർക്ക് അതിന്റെ ധാർമ്മികമായിരിക്കുന്ന മര്യാദ പുലർത്താൻ അവർക്ക് സാധിക്കും. അവരോട് മാത്രമേ ഇതിന് സംബോധനയുള്ളൂ, അവരോട് മാത്രമേ ഇതിന് നിർദ്ദേശമുള്ളൂ. അതിലപ്പുറം ഇതിന് എഴുതാപ്പുറം വായിക്കേണ്ടതില്ല. അത് പറയാനുള്ള റൈറ്റ് ഭരണഘടന അവർക്ക് തരുന്ന കാലത്തോളം, ഇത് ഇന്ത്യ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാതിരിക്കുന്ന കാലത്തോളം അവർക്കത് പറയാനും അവരെ ഉൾക്കൊള്ളാനും ഈ സമൂഹത്തിന് അർഹതയുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് യുക്തിയാണ്. യുക്തിപരമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായിരിക്കുന്ന ചില മേഖലകൾ അത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇവിടെ സ്ത്രീ പൊതു ഇടങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വ്യാഭാസകരമായിരിക്കുന്ന ഡ്രസ്സ് ധരിക്കാനോ അതല്ലെങ്കിൽ ടൈറ്റ് പാന്റും ടൈറ്റ് ഷർട്ടും ധരിച്ചുകൊണ്ട് അവർ പുരുഷനുമായി മിങ്കിളായിക്കൊണ്ടുള്ള ആയോധന കലകളിലും അഭ്യാസമുറകളിലും ഏർപ്പെടുന്നതോ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിം സ്ത്രീ വിരുദ്ധതയല്ല, അത് പുരുഷനോട് പറയുന്നുണ്ട്. അത്തരം വ്യായാമ മുറകൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പാടില്ല എന്ന് പുരുഷനോട് പറയുന്നുണ്ട്. സ്ത്രീ ശരീരം തുറന്നു കാണിക്കുന്നു എന്നതായിരുന്നു വിമർശനം അദ്ദേഹത്തിന്റെ. നാസർ ഫൈസി കൂടത്തായി പറയുന്നത് സുൽഫത്ത് ഇടപെട ഇപ്പൊ എന്നോടാ ചോദിച്ചിട്ടുള്ളത്. അവർ തുറന്ന് പ്രകടിപ്പിക്കുന്നു എന്നല്ല, അതാരും വിമർശിച്ചിട്ടില്ല. കാന്തപുരം അത് പറഞ്ഞിട്ടില്ല. കാന്തപുരം പറഞ്ഞിട്ടുള്ളത് തുറന്നു കാണിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എങ്ങനെ അവരുടെ വാക്കുകൾ സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതൊന്ന് ഇതിൽ റിപ്ലൈ ചെയ്യൂ, അതിലൊന്ന് ഇതിൽ കാണിക്കൂ. സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു എന്ന് ഏത് പണ്ഡിതനാ പറഞ്ഞത്? അനാവശ്യമായ വാക്കുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നടത്താൻ പാടില്ല. നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം, പറയാത്ത കാര്യം പറയാൻ പാടില്ല. സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു എന്ന് ഏത് പണ്ഡിതനാ പറഞ്ഞത്? അതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഏത് കാന്തപുരത്തിന്റെ അങ്ങനത്തെ ഒരു വാക്ക് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. സ്ത്രീകൾ ശരീരം തുറന്നിടുന്നുണ്ട് എന്ന് കാന്തപുരം എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്ത കാര്യം അദ്ദേഹത്തിന് വിളിച്ചു കെട്ടുന്നത് ശരിയല്ല. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു തെളിവ് പറയും. അദ്ദേഹം പറഞ്ഞത് ആദ്യം ഇതിന്റെ ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ടായിരുന്നു ചർച്ച തുടങ്ങിയത്. താങ്കൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വീണ്ടും കാണിക്കാവുന്നതേ ഉള്ളൂ. അതിന് ഒരു സംശയമുള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കാണിക്കാം. താങ്കൾ പറഞ്ഞു തീർന്നെങ്കിൽ എനിക്കൊരു ഇടവേള ആവശ്യമാണ്. ഇടവേളയിലേക്ക് പോകാമായിരുന്നു. മാഡം, സംഘടനാപരമായിക്കൊണ്ട് എനിക്ക് കാന്തപുരത്തിന്റെ സംഘടനാ നിലപാടിനോട് വിയോജിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഒരു വക്താവുമല്ല. പക്ഷേ അദ്ദേഹം പറയാത്ത കാര്യം അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് കെട്ടുന്നത് ശരിയല്ല. ഞാനത് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞതിന്റെ വാക്കുകൾ പറ്റുമെങ്കിൽ ഈ ചർച്ച തീരുന്നതിന് മുൻപ് തന്നെ താങ്കളെ കേൾപ്പിക്കാം. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞുവെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ നിഷേധിക്കുന്നു. കാന്തപുരം ശരീരം തുറന്നിടുന്നുണ്ട്, സ്ത്രീകൾ ശരീരം തുറന്നിടുന്നുണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ശരി, കാന്തപുരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിന്റെ വീഡിയോ ഈ ചർച്ചയിൽ തന്നെ താങ്കളെ കാണിക്കാമെന്ന് പറഞ്ഞല്ലോ. ശ്രീമതി സുൽഫത്ത്, താങ്കൾ എന്തോ സംസാരിച്ച് വന്നിരുന്നു. ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നാൽ മതിയെങ്കിൽ അതിനുശേഷം ഇടവേള. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ KP റഹ്മത്തുള്ള, നമ്മുടെ നാട്ടിൽ വോട്ടവകാശമുള്ള മനുഷ്യരിൽ പകുതിയും സ്ത്രീകളാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാന്തപുരത്തിൻ്റെ പരാമർശം വലിയ ചർച്ചയാണ്. CPM-ൽ നിന്ന് MV ഗോവിന്ദനാണ് ആ വിഷയത്തിൽ ആദ്യം അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ലീഗിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണം കാന്തപുരത്തെ അനുകൂലിച്ചുകൊണ്ടുള്ളതാണ്. മതപരമായ വിഷയങ്ങളിൽ പണ്ഡിതർ നിലപാട് പറയട്ടെ എന്നതായിരുന്നു നിലപാട്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ മതപണ്ഡിതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നത്? ഏറ്റവും വലിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് നമ്മുടെ അഭിപ്രായങ്ങളിൽ എപ്പോഴും പ്രതിഫലിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാന്തപുരത്തിന്റെ അഭിപ്രായത്തെ MV ഗോവിന്ദൻ തള്ളിക്കളയുന്നുണ്ടെങ്കിലും CPM-ലെ തോമസ് ഐസക്കും P മോഹനുമൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തോമസ് ഐസക്ക് കാന്തപുരത്തിന്റെ വിമർശനം പാർട്ടി തന്നെ പരിശോധിക്കുന്ന കാര്യമാണ് എന്നും സ്ത്രീകൾക്ക് വേണ്ടി പ്രാതിനിധ്യം വളരെയേറെ കൊടുക്കുന്ന രൂപത്തിലേക്ക് പാർട്ടി ഉയരണമെന്നതാണ് നിലപാടെന്നുമാണ് P മോഹനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ തള്ളാതെ തന്നെയാണ് ഇപ്പോഴും CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
കാന്തപുരത്തിനെതിരെ വളരെ കർശനമായ രീതിയിൽ അഭിപ്രായം പറയാൻ CPM പോലും രംഗത്തില്ല എന്നതാണ് സത്യം. MV ഗോവിന്ദൻ ആദ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ ഉടനെ കാന്തപുരം പറഞ്ഞത്, ഒരു മതപണ്ഡിതൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിലെ ആളുകളോട് പറയുന്നതിനെ എന്തിനാണ് ഗോവിന്ദൻ എതിർക്കുന്നത് എന്നാണ്. അതിന് MV ഗോവിന്ദൻ മറുപടി പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചത്, CPM എന്ന പാർട്ടി സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എത്ര വനിതാ ഏരിയ സെക്രട്ടറിമാരുണ്ട് എന്നാണ്. അപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ആ അഭിപ്രായത്തെ സംസ്ഥാന നേതാവായ തോമസ് ഐസക്ക് അനുകൂലിക്കുന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ എതിർപ്പ് ക്ഷണിച്ചു വരാത്ത രൂപത്തിലാണ് അഭിപ്രായം പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണമെന്നാണ് ഈ വിവാദത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, സുൽഫത്ത് ഇവിടെ പറഞ്ഞു ഇസ്ലാമിനും ഖുർആാനിനും ഒക്കെ സ്ത്രീ സ്വാതന്ത്ര്യം ഭയമാണ് എന്ന്. അതൊന്നും ശരിയല്ല. വിശുദ്ധ ഖുർആാനും പ്രവാചകനും ഒക്കെ സ്ത്രീകൾക്ക് ഒരുപാട് മാന്യത നൽകിയ മതം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് സ്ത്രീകൾ പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മർക്കസ് നോളജ് സിറ്റിയിലാണെങ്കിലും കാന്തപുരം നടത്തുന്ന കുന്നമംഗലത്തെ മർക്കസിലാണെങ്കിലും ഒക്കെ വനിതകൾ ഉയർന്ന നിലവാരത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന അഭിപ്രായങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ കാലത്ത് തന്നെ യുദ്ധത്തിൽ പോലും സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 921 മലബാർ സമരത്തിൽ പുരുഷ വേഷം ധരിച്ച് സ്ത്രീകൾ പങ്കെടുത്തതിന്റെ കഥകളൊക്കെ കേൾക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ പ്രസ്താവനകളോട്, കാന്തപുരം പറയുന്ന കാര്യങ്ങളോട് വോട്ട് നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള പ്രതികരണം മാത്രമാണ് CPM നടത്തുന്നത് എന്ന് ഇനിയും നമ്മൾ തീർച്ചയായും പേര് പറയാതെ ഉള്ള വിമർശനം, പേര് പരാമർശിക്കാതെയുള്ള വിമർശനമാണ് ഇന്നും MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ളത്. ശ്രീ നാസർ ഫൈസി കൂടത്തായി, താങ്കൾ ചോദിച്ച കാന്തപുരം പറഞ്ഞ വാക്കുകൾ ദാ കേൾക്കാം. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ ദീനിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയാണ്. ഹറാമ് ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. ശ്രീ നാസർ ഫൈസി കൂടത്തായി, താങ്കൾ കേട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഇനി തള്ളി പറയുമോ അതിനെ? അല്ല, അദ്ദേഹം പറഞ്ഞ ആ വാക്കില് ഞാൻ എന്റെ ഈ സംസാരത്തിൽ, ഈ വീഡിയോയിൽ ഇപ്പൊ കേൾക്കുന്നതാണ് അദ്ദേഹം ശരീരം സ്ത്രീകൾ തുറന്നിടുന്നു എന്ന് പറയുന്ന പരാമർശത്തോട് ഞാനിപ്പോ കേട്ടതാണ്. നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ ആ പരാമർശത്തോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ സ്ത്രീയും പുരുഷനും ഇവിടെ ആയോധന മുറകളിലോ അല്ലെങ്കിൽ കായിക പരിശീലനങ്ങളിലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യായാമങ്ങളിലോ സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു എന്നത് അദ്ദേഹം ഉദ്ദേശിച്ച ആലങ്കാരിക പ്രയോഗം എന്താണെന്ന് എനിക്കറിയില്ല. ശരീരം തുറന്നിടുകയല്ല, അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന വിധത്തിലല്ലാതെ അവരുടെ ശരീരത്തിലെ ടൈറ്റ് പാന്റ്, ടൈറ്റ് ടീഷർട്ട് ധരിച്ചുകൊണ്ട് പുരുഷനുമായിക്കൊണ്ട് ഇടകലർന്നുകൊണ്ട് ശാരീരികമായ ഉന്മേഷത്തിന് വേണ്ടി പോകുന്നത് പുരുഷനോടും സ്ത്രീയോടും പറയുന്നു, അത് പാടില്ല. അത്തരം സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന വിധത്തിൽ നാശം വരുത്തിവെക്കുന്നു എന്നാണ്. സ്ത്രീകൾ വ്യായാമത്തിൽ ഏർപ്പെട്ട് ശരീരം തുറന്ന് നാശം വരുത്തി വെക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പരാമർശം. എന്തായാലും താങ്കൾക്ക് ആ സംശയം മാറി താങ്കൾ അതിനെ തള്ളി പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും അത്തരം ഒരു പരാമർശം തള്ളി പറയാൻ താങ്കൾ കാണിച്ച ആ ആർജവം ഞാൻ ഉൾക്കൊള്ളുന്നു. ശ്രീ നാസർ ഫൈസി കൂടത്തായി, നോക്കൂ, പലപ്പോഴും ഇതിനെ അനുകൂലിക്കാൻ വരുന്നവർ പോലും എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന പൂർണ്ണമായ ബോധ്യമില്ലാതെ കൂടിയാണ് അതിനെ ന്യായീകരിക്കാൻ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പുറപ്പെട്ടിട്ടുള്ളത് എന്ന് കൂടിയാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. നോക്കൂ,
ഈ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് യാതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകൾ പുരുഷന്മാരുമായി ഒരുമിച്ച് നിന്ന് വ്യായാമം ചെയ്താൽ അവിടെയുള്ള പുരുഷന്മാർ അത്ര മോശക്കാരാണോ നാശം വരുത്തി വെക്കാൻ? ഈ മതപണ്ഡിതൻ എന്ന് കരുതുന്ന ഹുസൈൻ മടവൂർ കഴിഞ്ഞ ദിവസം പറയുകയാണ്, അരിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു, വനിതാ കമ്മീഷൻ പറയുന്നു, സ്ത്രീകളൊക്കെ ഈ രീതിയിൽ റേപ്പ് ചെയ്യപ്പെടുന്നതിന്റെ കണക്കുകളൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. നോക്കൂ എങ്ങനെയൊക്കെയാണ് ഒരു ന്യായീകരണം അതിന് യോജിക്കുന്ന വിധത്തിൽ പണ്ഡിതന്മാർ ചമഞ്ഞെടുക്കുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തോടാണ് ഞാൻ വിയോജിച്ചത്, അതൊരൊറ്റ പരാമർശത്തോട്. പക്ഷെ അദ്ദേഹത്തിന്റെ പരാമർശത്തോട് CPM പ്രതിനിധികൾ പ്രതികരിച്ചിട്ടുള്ളത് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായത്തിലാണ്. അദ്ദേഹത്തിന്റെ നിലപാടിനെ വിയോജിക്കുന്ന വിധത്തിൽ ഇന്ന് ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്ന ഒരു പോയിന്റ്, സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ട് ഇടപെടുന്ന ഘട്ടങ്ങളിൽ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് നഗ്ന പ്രദർശനം എന്ന ഉദ്ദേശത്തിലല്ല. അദ്ദേഹം അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ബാധകമല്ല. നഗ്ന പ്രദർശനം എന്ന അടിസ്ഥാനത്തിലല്ല, ടൈറ്റ് ഷർട്ടുകൾ അവർ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വേഷവിധാനങ്ങൾ പ്രദർശിപ്പിക്കുന്ന വിധത്തിലേക്ക് അവർ ഇസ്ലാമികമായ ഡ്രസ്സുകൾ ധരിക്കാത്ത വിധത്തിൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു സാഹചര്യം പാടില്ല എന്നാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും സ്ത്രീ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള വേഷവിധാനങ്ങളിലായിരിക്കണം. അത് ഉംറയിലായിരുന്നാലും മറ്റെവിടെയാണെങ്കിലും സ്ത്രീ അവരുടെ ശരീരം അതതിൻ്റെതായിരിക്കുന്ന രീതിയിൽ അവർക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം താങ്കൾക്ക് ഇപ്പോൾ ഈ സ്ക്രീൻ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. നോക്കൂ, തട്ടമിട്ടുകൊണ്ട്, പർദ്ദ ധരിച്ചുകൊണ്ട്, തട്ടമിട്ടുകൊണ്ടൊക്കെയാണ് ഈ സ്ത്രീകൾ ഈ വ്യായാമ മുറയെ അഭ്യസിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്നത്. നമുക്ക് കൃത്യമായി ഈ ദൃശ്യങ്ങളിൽ കാണാം. തട്ടമിടാത്ത ഒരു സ്ത്രീയെ പോലും അതിനകത്ത് കാണുന്നില്ല. പലരും പർദ്ദ ധരിച്ചുകൊണ്ടാണ് അതിൽ ഇടപെടുന്നത്. അപ്പോൾ മതം പറയുന്ന വേഷവിധാനം ധരിച്ച് വന്ന് അവിടെ ആ വ്യായാമത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ പോലും മതത്തിലെ ഉന്നതർ പറയുന്ന ഈ സ്ത്രീ വിരുദ്ധമായ വിമർശനത്തിന്റെ കൂരമ്പുകൾ ഏറ്റു നിൽക്കുകയാണ്. ആ സമുദായത്തെ വിശ്വസിച്ച് ആ സമുദായം പറയുന്ന വസ്ത്രം ധരിച്ച് വന്നെത്തിയ സ്ത്രീകളെ പോലുമാണ് അപമാനിച്ചിരിക്കുന്നത്. ആ വസ്ത്രം ധരിച്ചെത്തി അവരുടെ സ്വകാര്യതകളിൽ അവർ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീക്ക് ഇതിന്റെ ക്രൂരമ്പുകൾ ഏൽക്കേണ്ടതില്ല. നിങ്ങൾ അവർക്കായിട്ട് ഒരു ക്രൂരം വെയ്യേണ്ട കാര്യവുമില്ല. കാന്തപുരം പറഞ്ഞ കാര്യങ്ങളിലും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളിലും സ്ത്രീയും പുരുഷനും ഇടകലരുന്ന വിധത്തിൽ അവരുടെ ശരീരം ഇസ്ലാമിക വേഷമല്ലാത്ത വിധത്തിൽ ധരിച്ചെത്തുമ്പോൾ അവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന ഭാഗമല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് സ്ത്രീയുടെ ശരീരം പ്രദർശിപ്പിക്കാത്ത വിധത്തിലും അവർ പുരുഷനുമായി ഇടകലരാത്ത വിധത്തിലും അവർക്ക് വ്യായാമമുറകളിൽ ഏർപ്പെടുന്നതിന് ഒരു വിരോധമില്ല. നിങ്ങൾ പർദ്ദ ധരിച്ചും അല്ലെങ്കിൽ സ്ത്രീകൾ സ്വന്തമായും എവിടെങ്കിലും വ്യായാമമുറകൾ ഏർപ്പെടുന്നതിന്റെ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇത് അവരെയും ബാധിക്കുന്നു. വീടുകളിൽ സ്വകാര്യതകളിൽ ശരീരം ഉന്മേഷത്തിന് വേണ്ടി വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വീഡിയോ എടുത്തിട്ട് ഇത് അവരെയും ബാധിക്കുന്നു എന്ന വിധത്തിലുള്ള സൂമിൽ ജോയിൻ ചെയ്തതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. നമ്മുടെ സ്ക്രീൻ ഫോണിലോ മറ്റോ എടുത്തു നോക്കിയാൽ കാണാം. MEG7 വ്യായാമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നേരത്തെ താങ്കൾ എന്നോട് തെളിവ് ചോദിച്ചു, ഞാൻ തെളിവ് തന്നു, താങ്കൾ ക്ഷമ പറഞ്ഞു. നോക്കൂ, ഇപ്പോൾ തെളിവ് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അക്കാര്യം പറഞ്ഞത്. അതിൽ താങ്കൾ എന്തുകൊണ്ടാണ് അവിശ്വാസം രേഖപ്പെടുത്തുന്നത് എനിക്കറിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി സുൽഫത്ത്, നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മറ്റ് വിഷയങ്ങളിലൊന്നും എന്തുകൊണ്ട് പുരോഗമന ചിന്തയില്ല, സ്ത്രീ സ്വാതന്ത്ര്യം, സമത്വം, അതുമായി ബന്ധപ്പെട്ടുള്ളതിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു ഈ മത നിയമങ്ങൾ എന്ന കാര്യം സൂചിപ്പിച്ചു. നമ്മുടെ ചർച്ച ഇന്ന് അതല്ലാത്ത ആ ആംഗിളിൽ അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നേരത്തെ KP റഹ്മത്തുള്ള പറഞ്ഞു വെച്ച ഒരു കാര്യം, നമ്മൾ CPM വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും എത്ര മയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ആ വാക്കുകൾ പ്രയോഗിക്കുന്നതെന്ന് MV ഗോവിന്ദന്റെ ഇന്നത്തെ വാക്കുകൾ നമ്മൾ ആദ്യം കേട്ടല്ലോ. അത് കേട്ടാൽ തന്നെ മനസ്സിലാകും. ഞാനൊരു വ്യക്തിയെ പറയുന്നില്ല, ഒരു സമുദായത്തെ പറയുന്നില്ല, ഈ സമൂഹത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പേരെടുത്ത് പറയാത്ത വിമർശനം ഇന്നും MV ഗോവിന്ദൻ നടത്തുന്നത്. നോക്കൂ, വർഷങ്ങൾക്ക് മുൻപ് ബോഡി വേസ്റ്റ് ആണ് എന്ന് പറയാനുള്ള ഒരു ആർജവം പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ട്. അത് എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്ന ഒരു കാര്യവുമാണ്. ഈ വിഷയത്തിൽ പറഞ്ഞ വാക്കുകൾക്ക് മൂർച്ച കുറവാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീമതി സുൽഫത്ത്, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നാസർ ഫൈസി കൂടത്തായി പറഞ്ഞ കാര്യങ്ങളോടാണ്. അതായത് ഇത് ഇസ്ലാമിലെ സ്ത്രീകളുടെ കാര്യമാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള മതപണ്ഡിതന്മാർ മതത്തിന്റെ കാര്യം പറയും എന്ന്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് നിയമങ്ങളുണ്ട്, ജനാധിപത്യപരമായ നിയമങ്ങളുണ്ട്.
അതിൽപ്പെട്ടതാണ് സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ പങ്കെടുക്കുന്നത്. എങ്ങനെ? അതിന് പ്രത്യേകിച്ച് വിലക്കുകളൊന്നും ഇല്ലാത്ത ഒരു ജനാധിപത്യ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഇത്തരം വിലക്കുകൾ പറയുന്നതിനെ, അത് ഇസ്ലാമിലെ സ്ത്രീകളുടെ വിഷയം, അത് ഇസ്ലാമിലെ പുരുഷന്മാരുടെ മാത്രം വിഷയമല്ല, അതൊരു ജനാധിപത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും വിഷയമാണ് എന്നതുകൊണ്ടാണ് പിന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അതിൽ അഭിപ്രായം പറയാനുള്ളത്. അല്ലാതെ ഇത് ഉൾക്കൊള്ളുന്നവർ അത് ഉൾക്കൊണ്ടോളും, മതവിശ്വാസികൾ ഉൾക്കൊണ്ടോളും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഒരുപാട് സ്ത്രീ വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങൾ എല്ലാ മതത്തിലും ഉണ്ടായിരുന്നു. ഈ നിയമങ്ങളൊക്കെ ഇല്ലാതാവുന്നത് സതി അത് ഹിന്ദു സ്ത്രീകളുടെ മാത്രം വിഷയമാണ്, ഹിന്ദു സ്ത്രീകൾ മാത്രം അതിൽ പ്രതികരിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും അതൊരു ജനാധിപത്യ രാജ്യത്ത് നടപ്പിലാവില്ല. മറ്റൊന്ന്, ഇസ്ലാമിന്റെ വിഷയങ്ങൾ ഇസ്ലാം മതപണ്ഡിതന്മാരുടെ വിഷയം മാത്രമല്ല. എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല അതിനോട് പ്രതികരിച്ചത്? ബുൾഡോസർ രാജ് കൊണ്ടുവന്നപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല പ്രതികരിച്ചത്, ജനാധിപത്യ ബോധമുള്ള, പൗരാവകാശ ബോധമുള്ള എല്ലാ മനുഷ്യരും പ്രതികരിച്ചപ്പോൾ എന്തുകൊണ്ട് ഇതുപോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞില്ല ഇത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യമാണ്, ഞങ്ങൾ മുസ്ലിങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്? ഇവിടെ ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഭരണം ആ രീതിയിൽ മുസ്ലിം വിരുദ്ധത വളരെ ശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ പണ്ഡിതന്മാർ ഈ രീതിയിൽ പൊതു സമൂഹത്തിൽ നിന്ന് സ്ത്രീകളെ അടർത്തി മാറ്റാൻ, മുസ്ലിം സ്ത്രീകളെ അടർത്തി മാറ്റാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് ഈ മതപണ്ഡിതന്മാരൊക്കെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച്, ഇനിയെങ്കിലും, അത് വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത്, നിങ്ങൾ ഉയർത്തുന്ന ഇത്തരം ഓരോ വാദഗതികളും, ഇത്തരം സ്ത്രീകളെ പഠിപ്പിക്കാൻ വേണ്ടി ഉയർത്തുന്ന ഓരോ വാദഗതികളും ഇസ്ലാമിന് എതിരായിട്ടുള്ള ശക്തികൾ കൂടുതൽ ഊർജം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആധുനിക ജനാധിപത്യ രാജ്യത്തിരുന്നുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ പൊതു ഇടത്തിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. വ്യായാമം ചെയ്യുന്നതിനെ അദ്ദേഹം പറഞ്ഞ ഉന്മേഷം ഉണ്ടാക്കാനുള്ള എന്തോ കാര്യമെന്ന് വളരെ വളരെ വേദന തോന്നുന്നു. ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതുപോലെ വരും, ഇത് ഉന്മേഷം, വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് കായിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. കായിക വിനോദങ്ങളില്ലാത്ത ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വ്യായാമങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നത്. വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ പർദ്ദയിട്ട് ടൈറ്റ് വസ്ത്രം ധരിക്കരുത്, ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? സ്ത്രീകൾ ഇങ്ങനെ ധരിക്കരുത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഖുർആനിൽ എന്റെ കാലത്ത് വ്യായാമവും ഇതുപോലെ പൊതു ഇടങ്ങളിലെ വ്യായാമവും ഒന്നും ഇല്ലാത്ത ആ ഒരു നൂറ്റാണ്ടിൽ, ആ നൂറ്റാണ്ടിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞ പല കാര്യങ്ങളും മാറിക്കഴിഞ്ഞു. ഇതേ കാന്തപുരം മുസ്ലിയാർ സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് പറഞ്ഞതിനെ ഇന്ന് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന, ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ഇറാനും അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിനെ അതൊക്കെ ഞങ്ങളുടെ ഇസ്ലാം അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയും? ഇങ്ങനെ ഈ പറയുന്ന, നേരത്തെ നാസർ ഫൈസി പറഞ്ഞു, ഇതൊക്കെ ഇസ്ലാം വിരുദ്ധരുടെ അല്ലെങ്കിൽ സംഘപരിവാരത്തിന് ശക്തി പകരുന്ന വാദങ്ങൾ. തിരിച്ച് നിങ്ങൾ സ്വയം വിമർശനം നടത്തിക്കൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോന്നും, മതപണ്ഡിതന്മാർ പറയുന്ന ഓരോന്നും എത്രമാത്രം മുസ്ലിം വിരുദ്ധതയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഈ സൃഷ്ടികാലത്ത്. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, CPM-നെ കാന്തപുരം വിമർശിച്ചത് വളരെ ശരിയാണ്. ഈ പറയുന്ന ഇത് പറയാനുള്ള യോഗ്യത CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടോ എന്നുള്ളത്. കാരണം പൊതുവിടത്തിൽ ശരിയാണ്, ഇത് പറയുമ്പോൾ പോലും ഈ ഏരിയ കമ്മിറ്റികളിൽ അല്ലെങ്കിൽ അത്തരം ഔദ്യോഗിക സ്ഥാനങ്ങളിൽ എത്രമാത്രം സ്ത്രീകളുണ്ട്, പാർട്ടി സ്ഥാനമാനങ്ങൾ, അത് ആ തെറ്റ് അല്ലെങ്കിൽ ആ കുറവ് അവർ തന്നെ അംഗീകരിക്കുന്നു എന്ന് വേണം. മോഹന്റെ ആയാലും തോമസ് ഐസക്കിന്റെ ആയാലും ഒക്കെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് അവർ തന്നെ അംഗീകരിക്കുന്നു. മറിച്ചൊരു വാദം അവർക്ക് പോലും ഉയർത്താൻ കഴിയാത്ത ഒരവസ്ഥ ആ പാർട്ടിയെ സംബന്ധിച്ചുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കലും ന്യായീകരിക്കാവുന്ന പരാമർശങ്ങളല്ല അദ്ദേഹം നടത്തിയതെന്നത് വളരെ വ്യക്തവുമാണ്. ശ്രീ PT മുഹമ്മദ് സാദിഖ്, നോക്കൂ, മതവിധികൾ അത് മതപുരോഹിതന്മാർ നടത്തുന്നതാണ്, അത് ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്നതാണ്. അതിനെ ചോദ്യം ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്കോ പൊതുസമൂഹത്തിൽ മറ്റാർക്കെങ്കിലുമോ രാഷ്ട്രീയ പാർട്ടികൾക്കോ എനിക്കോ ഒന്നും ഒരു അവകാശവുമില്ല. അത് നമ്മുടെ ഈ ചർച്ചയിൽ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പൊതുവെ ഉയരുന്ന വിമർശനവും അതുതന്നെയാണ്. അതുപോലെ മതവിധികൾ, മതത്തിനുള്ളിൽ വരുത്തേണ്ട പരിവർത്തനങ്ങൾ എന്താണെന്നുള്ളത് മതപുരോഹിതന്മാരാണ് തീരുമാനിക്കേണ്ടത് എന്നതാണ്. നോക്കൂ, ഈ കാലഘട്ടത്തിന് ചേരാത്തത് മതമായാൽ പോലും അത് കാലാനുവർത്തമായ മാറ്റങ്ങൾ അതിനുണ്ടാകണം.
അത് സ്വയം ഏറ്റെടുത്ത് അവർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു മതസംഘടനകൾ, ഇപ്പോൾ എല്ലാ മതസംഘടനകളും കാന്തപുരത്തിന് പിന്തുണ നൽകുകയാണ് ചെയ്തത്, അതിനപ്പുറം ഓരോ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ ഈ മതസംഘടനകൾക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമമുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും സ്വാഗതാർഹമായ കാര്യം? അത് എന്തുകൊണ്ട് അവർക്കുള്ളിൽ സംഭവിക്കുന്നില്ല? ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത് ശരിയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്താങ്ങുന്ന മറ്റ് ഇസ്ലാമിക സംഘടനകളുടെ പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിനകത്തുള്ള മുസ്ലിം സ്ത്രീകളോടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പുരുഷന്മാരുമായി കൂടിച്ചേരരുത്, അങ്ങനെ കൂടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് പലതരം നാശങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സ്ത്രീകളോട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മതവിരുദ്ധരും യുക്തിവാദികളും എക്സ് മുസ്ലിംസും ഒന്നും ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട, ഇസ്ലാമിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട എന്നാണ്. അത് അംഗീകരിച്ചാൽ തന്നെ ഇസ്ലാമിനകത്ത് നിന്ന് പ്രതിഷേധിച്ചവരുണ്ട്. അസ്ഗർ അലി എഞ്ചിനീയറും സിയാവുദ്ദീൻ സർദാറും ഒക്കെ ഇസ്ലാമിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എന്തിന് സ്ത്രീകൾ തന്നെ, ആമിന വദൂദും ഫാത്തിമ മർനീസും കേരളത്തിൽ ഡോക്ടർ ഖദീജ മുംതാസും ഒക്കെ ക്രിട്ടിക്കൽ ഇൻസൈഡറായിട്ട് നിന്നുകൊണ്ട് ഇസ്ലാമിലെ ഈ സ്ത്രീവിരുദ്ധ പ്രവണതകളെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിന്റെ മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇവർ അംഗീകരിക്കുന്നു. അപ്പൊ ഇവരെന്തായിരിക്കും പറയാ? ഇനി ഈ പറയുന്ന കാന്തപുര വിഭാഗവും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ തന്നെ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഇവർ പറയാൻ അനുവദിക്കുന്നു. അപ്പം ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ ഇതിൽ ഇടപെടേണ്ട, ഇത് പറയണ്ട എന്ന് പറയുന്നതിൽ അതൊരു നിലപാടല്ല. മാത്രമല്ല, നേരത്തെ സുൽഫത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യക്ക് നിയതമായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ പറയുന്ന തുല്യതയുമായി ബന്ധപ്പെട്ട് പറയുന്ന മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളും മിക്ക കാര്യങ്ങളിലും മുസ്ലിം സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് ബഹുഭാര്യത്വം. മുസ്ലിം പുരുഷന് 4 വിവാഹം കഴിക്കാം. അതുപോലെ സ്വത്തവകാശം നേരത്തെ പറഞ്ഞു, സാക്ഷി പറയുന്ന സംഭവം. ഇങ്ങനെ മുസ്ലിം സ്ത്രീയെ ഏതെല്ലാം തരത്തിൽ അവഗണിക്കാമോ, ഏതെല്ലാം തരത്തിൽ വിവേചനത്തിന് ഇരയാക്കാമോ, അതൊക്കെ ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം. അപ്പൊ അത് ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ സ്ത്രീ വിവേചനത്തെ, സ്ത്രീകൾ നേരിടുന്ന മനുഷ്യാവകാശ മൗലികാവകാശ ധ്വംസനങ്ങളെ എതിർക്കുക എന്നത് ഒരു പൗരന്റെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൗരന്റെ കടമയാണ്. നേരത്തെ നമ്മളിപ്പോൾ CPM നേതാവ് പരസ്യമായി കാന്തപുരത്തിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്തത്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന 1-2 സംഭവങ്ങളിലേക്ക് നമുക്ക് നോക്കാം. നേരത്തെ ഈ സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഏർപ്പാടാക്കിയപ്പോൾ മതസംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം മതസംഘടനകളിൽ നിന്നുണ്ടായ എതിർപ്പ് കാരണം അതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അതുപോലെ കുടുംബശ്രീയിൽ നേരത്തെ ഒരു തുല്യതാ പ്രതിജ്ഞയുണ്ടായിരുന്നു. ആ പ്രതിജ്ഞയും ഇസ്ലാമിനെതിരാണെന്ന് സമസ്ത പോലുള്ള സംഘടനകൾ പറയുമ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അപ്പൊ അത്തരം മതസംഘടനകൾക്ക് കീഴടങ്ങാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കൊണ്ട് മതസംഘടനകളുടെ ഇത്തരം സ്ത്രീ വിരുദ്ധ മനുഷ്യാവകാശ വിരുദ്ധ നിലപാടുകളെ എതിർക്കാതിരിക്കുന്നതും കണ്ടില്ലെന്ന് നടിക്കുന്നതും ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയോടുകൂടി മാറട്ടെ എന്ന്, അത് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൗരബോധമുള്ള, പൗരാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നവർ സംസാരിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക്. അതിൽ മാധ്യമപ്രവർത്തകരോടും ഇടപെടണം, എഴുത്തുകാർ ഇടപെടണം, അഭിഭാഷകർ ഇടപെടണം. ഇപ്പൊ തന്നെ സുപ്രീം കോടതിയിൽ ബഹുഭാര്യത്വത്തിനെതിരെ കേസ് നടക്കുന്നുണ്ട്. ഈ സ്ത്രീകളുടെ സ്വത്തവകാശത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് പറഞ്ഞ കേസ് നടക്കുന്നുണ്ട്. നേരത്തെ മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷന്റെ അനുവാദമില്ലാതെ കോടതിക്ക് പുറത്ത് വിവാഹമോചനം നടത്തുന്ന കുൽ എന്ന് പറയുന്ന വിവാഹമോചന രീതി മുസ്ലിം സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു. ആ വിധിക്കെതിരെയും കേരളത്തിലെ അടക്കമുള്ള ഇസ്ലാമിക മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതി സ്ത്രീകൾക്ക് ഏറ്റവും അനുകൂലമായി ഇസ്ലാമിനകത്ത് തന്നെയുള്ള ഒരു വിവാഹമോചന രീതി കോടതിയുടെ സ്ത്രീകളുടെ അവകാശമായി സ്ഥാപിച്ചപ്പോൾ അതിനെ വരെ എതിർക്കുന്നവരാണ് ഈ പറയുന്ന ഈ ഇസ്ലാമിക സംഘടനകളും മതസംഘടനകളും. അപ്പൊ അത്തരക്കാർക്കെതിരെ മിണ്ടണ്ട. മുസ്ലിം സ്ത്രീകളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുകയും അതേസമയം മുസ്ലിം സ്ത്രീകൾക്ക് അവകാശപ്പെട്ട എല്ലാ അവകാശവും മൗലിക അവകാശങ്ങൾ പോലും ക്ഷയിക്കുകയും ചെയ്യുന്നതിന് സമൂഹത്തിലെ പൗരബോധമുള്ളവർ ശബ്ദിക്കുക തന്നെ ചെയ്യും. ശരി, ശ്രീ നാസർ ഫൈസി കൂടത്തായി, നോക്കൂ, ഞാൻ നേരത്തെ സാദിഖിനോട് ചോദിച്ചത് ഈ കാലാനുസൃതമായ മാറ്റം മതത്തിൽ ഉള്ളിൽ വേണം എന്ന ബോധ്യം ആദ്യം ഉണ്ടാകേണ്ടത് ഈ മതപുരോഹിതർക്കല്ലേ? അവരല്ലേ ശരിക്കും നേർവഴിക്ക് നയിക്കാൻ ബാധ്യതപ്പെട്ടവർ? അപ്പോൾ ഇത്
നമ്മൾ ഇസ്ലാം മതത്തെ തന്നെ നോക്കിയാൽ അതിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഈ കാന്തപുരത്തിൻ്റെ തന്നെ മുൻപുള്ള പ്രസ്താവനകൾ നോക്കിയാൽ അതൊക്കെ മാറി വരുന്നുണ്ട്, ആ സമീപനങ്ങളിൽ മാറ്റം വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ അതിനൊത്ത് നീങ്ങേണ്ടുന്ന, അല്ലെങ്കിൽ കാലാനുവർത്തിയായി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന ബാധ്യത പുരോഹിതർ ഏറ്റെടുത്താൽ ഇതുപോലെ ആർക്കും വിമർശിക്കേണ്ടി വരില്ലല്ലോ. അതിനപ്പുറം അങ്ങേയറ്റം പിന്തിരിപ്പനായ പരാമർശങ്ങൾ പരസ്യമായി ഇത് നടത്തുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് വിമർശിക്കേണ്ടി വരുന്നത്, ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്? ഇവിടെ ഒരു കാര്യത്തിന്റെ, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ കാര്യകത തീരുമാനിക്കേണ്ടത് ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രത്യയശാസ്ത്രം പ്രായോഗികമാണോ അപ്രായോഗികമാണോ എന്ന് വിലയിരുത്തിക്കൊണ്ടാണ്. ഇസ്ലാമിയിലെ ഒരു നിയമവും ഒരു കാലഘട്ടത്തിലും അപ്രായോഗികമല്ല, അത് പ്രായോഗികമാണ് എന്നത് സമൂഹത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. ഇവിടെ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ വിമർശകർക്ക് തെളിവ് മുഖേന സമർത്ഥിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ബഹുഭാരതത്തിന്റെ വിഷയത്തിലായിരുന്നാലും, സ്വത്തവകാശത്തിന്റെ വിഷയത്തിലായിരുന്നാലും, മറ്റേതൊരു വിഷയത്തിലായിരുന്നാലും, ശരീഅത്ത് വിവാദ കാലഘട്ടം മുതൽ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ചർവണം ചെയ്യപ്പെട്ട വിഷയത്തിൽ ഇസ്ലാമിക വിരുദ്ധർക്കും ഇസ്ലാമിക വിമർശകർ എന്ന വ്യാജേന കടന്നു വരുന്ന ആക്ഷേപഹാസ്യക്കാർക്കും നാളിതുവരെ തെളിയിക്കാൻ കഴിയാത്ത ആക്ഷേപങ്ങളുടെ തനിയാവർത്തനം മാത്രമാണ് അഡ്വക്കേറ്റ് സാദിഖിനെ പോലുള്ള ആളുകൾ ഇവിടെ വീണ്ടും ഉന്നയിക്കുന്നത്. അത് എവിടെയാണെങ്കിൽ ചർച്ചയ്ക്ക് വരാൻ ഞാൻ തയ്യാറാണ്. മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം സംഘടനകളും അതും തയ്യാറാണ്. ആ വിഷയവുമായി കൊണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പറയാം. ഇവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം സംഘടനകളും മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടകലർന്ന വിധത്തിലേക്ക് വ്യായാമ കലകളിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം മൂലം നിരോധിക്കണമെന്ന് സർക്കാരോട് ആവശ്യപ്പെട്ടതല്ല. ഇവിടെ സുൽഫത്തിനായിരുന്നാലും മുഹമ്മദ് സ്വാദിഖിനായിരുന്നാലും അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള സ്ഥലത്ത് വ്യായാമ മുറകൾ ഏർപ്പെടുന്നതിനോട് കാന്തപുരം എന്നല്ല ഒരു പണ്ഡിതനും വിയോജിച്ചിട്ടില്ല. അവർക്ക് അവരുടെ വസ്ത്രം ധരിച്ചും വിവസ്ത്രകളായിക്കൊണ്ടും അവരുടെ കായിക പരിശീലനങ്ങളിലും സ്വകാര്യതകളിലും ഇഷ്ടാനുസരണം അവിടെ സ്വാതന്ത്ര്യമാണ്, ഭരണഘടന തരുന്നതാണ്, ജനാധിപത്യമാണ്, അവർക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ കാന്തപുരത്തിന്റെ ആളുകൾക്കും അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാരും അവരെ അംഗീകരിക്കുന്ന അവരുടെ മതവിധിയാണ് ഞങ്ങൾക്ക് പരലോക മോക്ഷം നേടാൻ കരണീയമായിട്ടുള്ളത്. അത് അവർ പറയുന്ന അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വിശ്വസിക്കുന്ന ജനവിഭാഗം ഉണ്ടെങ്കിൽ ജനാധിപത്യ രീതിയിൽ തന്നെ അവർക്കത് അനുഷ്ഠിക്കാനുള്ള പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആരൊക്കെ കേൾക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ കെ പി റഹ്മത്തുള്ള, അവസാനമായി നമുക്ക് സമയം അവസാനിക്കുകയാണ്. നോക്കൂ, എന്തുകൊണ്ട് ഈ അവസരത്തിൽ ഇങ്ങനെ പറയാൻ CPM-ൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുന്നു എന്ന ഒരു ചോദ്യം കൂടിയുണ്ടോ? ഇപ്പോൾ രാഷ്ട്രീയമായി മറ്റും ഒക്കെ എടുത്തിട്ടുള്ള നിലപാടുകളുടെ പ്രതിഫലനം കൂടിയായി മാത്രമാണോ നമ്മൾ കാണേണ്ടത്, അതോ അതിനപ്പുറം ആത്മാർത്ഥമായ നിലപാടായി അതിനെ കാണേണ്ടതുണ്ടോ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്ന പ്രസ്താവനയെ പേരിനെങ്കിലും തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ മതേതര പക്ഷത്ത് നിന്ന് വിമർശനം വരുമോ എന്ന ഒരു ഭയം കൊണ്ട് മാത്രമാണ് MV ഗോവിന്ദനെ പോലുള്ളവർ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നത്. നേരത്തെ ശരീഅത്ത് വിഷയമാണെങ്കിലും മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നമാണെങ്കിലും ഒക്കെ CPM-ൽ നിന്ന് ആരെങ്കിലും ഒരു വിഷയം ഉയർത്തിയാൽ തുടർ വിമർശനങ്ങൾ വളരെ കർശനമായി വന്നിരുന്നു. എല്ലാ ഇടങ്ങളിലും അത് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതുണ്ടാകുന്നില്ല എന്നതിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി അദ്ദേഹം സുന്നി സംഘടനയിൽ പിളർപ്പുണ്ടായി അദ്ദേഹം ഒരു വിഭാഗമായി മാറിയ അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹവുമായും ആ വിഭാഗവുമായും ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്നവരാണ് CPM-കാര് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പിണറായി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ മറുഭാഗത്തുള്ള നാസർ ഫൈസി ഉൾപ്പെടെയുള്ളവരുള്ള EK വിഭാഗം സമസ്തയുമായും വളരെ അടുത്ത ബന്ധമാണ് CPM സർക്കാർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പൗരത്വ ഭേദഗതിക്കെതിരെ മലപ്പുറത്ത് നടന്ന യോഗങ്ങളിൽ, പിണറായി ഉദ്ഘാടനം ചെയ്ത യോഗങ്ങളിൽ അധ്യക്ഷം വഹിച്ച ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അങ്ങനെ ഇരു സമസ്തകളുമായി വളരെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് CPM വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ അവരിൽ നിന്നുണ്ടാകേണ്ട ശക്തമായ വിമർശനങ്ങൾ ഇല്ലാതിരിക്കുന്നത്. സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്നോട് ക്ഷമിക്കുക ശ്രീ KP റഹ്മത്തുള്ള. നമ്മുടെ സമയം പൂർണ്ണമാകുന്നു, അതുകൊണ്ടാണ് ഇടപെടുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.